എഴുത് ശിവ. യാ. ഇവിടെ ശ്രദ്ധിക്ക് നീ. യാ. നോക്കട്ടെ. ഇങ്ങനെയല്ല. ഇതാണ് അയ്യാ. ശ്രദ്ധിച്ചെഴുതി കുറച്ചും കൂടി നന്നാക്കി എഴുതിയേ. ഓ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നാ? മുഖത്തൊക്കെ കാണുന്നുണ്ട് കേട്ടാ. തട്ടിയിട്ടില്ല. പറഞ്ഞെഴുത്. യാ. ലേലോ. യാന്ന് എഴുതി. ഇവിടെ ശ്രദ്ധിക്ക് ശിവ. എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ. ഇതൊക്കെ ഇന്നലെ എന്തോരം പ്രാവശ്യം എഴുതിപ്പിച്ചതാ അമ്മ. മറന്നുപോയാ അപ്പോഴേക്കും. എഴുതടാ. മലയാളം പഠിക്കണ്ടോ അമ്മ? അതെ, നീ ഇംഗ്ലീഷുകാരന്റെ മോളൊന്നല്ല, മലയാളിയുടെ മോളാ. മനസ്സിലായാ? മലയാളിക്ക് പഠിക്കാൻ നോക്കും അവിടെ. മലയാളം തന്നെ പറയാൻ അറിയില്ല അവൾക്ക്. മലയാളം എന്ത് മെയിൻ്റനൻസ്? ലാസ്റ്റ് മിനിറ്റ് ആണോ രമേശ തായിനെ കുറിച്ചൊക്കെ ഓർക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും ശരി, നാളെ എനിക്ക് 12 മണിക്ക് മുന്നേ പണി തീർത്ത് കൈ തരണം. താൻ വേണം എക്സ്ട്രാ ആളുകളൊക്കെ വെച്ചോ. എടോ, ക്ലൈന്റ് എന്നെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്കിനി ഒരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. തനിക്ക് വർക്ക് തന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഓൺ ടൈമിൽ തന്നെ എനിക്ക് സാധനം വേണമെന്ന്. ഫോണിൽ കൂടിയാണോ പെറ്റിട്ടത്? ഏത് നേരം നോക്കിയാലും എപ്പോഴും ചെവിയിൽ ഫോണുണ്ടോ? ഇങ്ങോട്ട് പഞ്ഞു കൊടുക്കുവോ? അച്ഛന് കേൾക്കാൻ നേരം ഉണ്ടായിട്ട് വേണ്ട. ഫോണല്ലേ ചെവിയിൽ. എന്താ മോളെ, ഇരുന്ന് എഴുതാൻ നോക്ക്. അമ്മ അച്ഛന് ചായ എടുത്തിട്ട് വരുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ചെയ്യണം. മനസ്സിലായാ? യാ രാ ലാ വ വരെ എനിക്ക് എഴുതി കാണിച്ചു തരണം. മനസ്സിലായാ? ആ. വീണേ. ദൈവമേ, ഇന്ന് കാക്ക മലർന്ന് പറക്കും. കയ്യിൽ നിന്ന് ഫോൺ മാറിയോ? ഞാനേ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഇൻഷുറൻസിന്റെ പ്രീമിയം എമൗണ്ട് എല്ലാം നിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടേ. ഞാൻ കണ്ടു. അല്ല, അപ്പൊ കൊച്ചിന്റെ ഫീസോ? അയ്യോ, അതിന്റെ ഡേറ്റ് ആയോ? അത് ഞാൻ നിന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാം. പിന്നെ ഇന്ന് ഫ്രീ ആണോ? നമുക്കൊന്ന് പുറത്തു പോവാം. പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച്. മോള് കുറെ നാളായി പറയണു ബീച്ചിലൊക്കെ പോണോന്ന്. നിനക്ക് അവളെ കൊണ്ടുപോകൂടെ? പൈസക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നോട് ചോദിച്ചാൽ പോരെ? അതെ, ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നേ. പ്രസാദണ്ണും കൂടെ ഉള്ളപ്പോഴല്ലേ രസം. മോൾക്ക് അതല്ലേ സന്തോഷം. എനിക്കിവിടെ വേറെ ഒരു പണിയില്ലല്ലോ. എനിക്കാണ് നല്ല തിരക്കാ. ഞാൻ കൊണ്ടുപോക്കോളാം. അമ്മ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛമ്മയുടെ ആണ്ട് വരിക. നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ, അതെ പ്രസാദ. ആ അക്കൗണ്ട് ഓഫീസ്. പ്രസാദേട്ടാ, അമ്മോട് എന്താ പറയണ്ടേ? നീ മോളുമായിട്ട് പോയി. അടുത്ത ആഴ്ച ഞാൻ നല്ല തിരക്കാം. ആ സാറേ, ഇല്ല ഫയൽ തന്നെ സബ്മിറ്റ് ചെയ്തിരുന്നല്ലോ. ആ സാർ. സാറേ ഇല്ല, ഞാൻ അവനോട് പറഞ്ഞതാ ലീവ് ഒന്നും ഇനി ഇല്ല എന്ന്. എന്തോ പേഴ്സണൽ എമർജൻസി പറഞ്ഞിട്ടാ സാറേ ലീവ് എടുത്തത്. ആ, ഞാൻ അക്കൗണ്ടിനെ വിളിച്ചു പറഞ്ഞിട്ട് അവൻ്റെ സാലറി ഡിഡക്ട് ചെയ്യാൻ പറയാം. സാർ ഇല്ല, ഞാൻ ഇറങ്ങാൻ പോകുന്നു. ഓക്കെ. ആ ഇല്ല സാറേ, ഞാൻ ഇറങ്ങുവാ. ഇല്ലല്ല, ഉടനെ എത്താം. വണ്ടിയുടെ കാര്യം ഞാൻ ശിവദാസനെ വിളിച്ച് പറഞ്ഞേക്കാം. ആ ശരി സാർ. ഏട്ടാ, പുതിയ ഡ്രസ്സായിരുന്നു. ഏട്ടാ, എന്ത്? ഇന്ന് മോളുടെ പാരന്റ്സ്. നീ പോയാ മതി, ഞാൻ നാകെ തിരക്കില്ല. തലയിൽ നിറച്ചും പെയിന് വീരുവാ. എത്ര ചീകിയാലും പിന്നെയും പിരി വരും. നമുക്കേ ഈ തല അങ്ങോട്ട് പോയി മുട്ടടിക്കാം. എന്റെ തല മുട്ട അടിക്കണ്ട, അമ്മയുടെ തല മുട്ട അടിച്ചാ മതി. അമ്പടി, നീ ആള് കൊള്ളാലോ. അച്ഛൻ വന്നല്ലോ. അച്ഛനോട് പറയട്ടെ തലയിൽ നിറച്ച് പേനാന്ന്.
സ്കൂളിൽ കളിക്കാൻ പോകുന്നുണ്ടോ അമ്മു? ഇല്ല. നിറച്ച് പൊടി. എനിക്ക് നാളെ കോയമ്പത്തൂർ വരെ പോകണം. നാളെയോ? ഈ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ച് തരും. അതെന്ത് പണിയാ പ്രസാദ് ഏട്ടാ? നാളെയല്ലേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ അമ്പലത്തിലൊക്കെ ഒരുമിച്ച് പോവാന്ന് വെച്ചിട്ടിരിക്കായിരുന്നു. നാളെ ആയിരുന്നല്ലേ? നീ മോളുമായിട്ട് പോ. കഷ്ടമുണ്ട്. ഞാൻ പ്രസാദാന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെയല്ലേ വിചാരിച്ചേ. നീ ഒരുപാട് പൈങ്കിളിയാതല്ലേ. ഈ ഒഫീഷ്യൽ കാര്യത്തിന്റെ ഇടയ്ക്കാണ് അതിന്റെ വെഡിങ് ആനിവേഴ്സറി. എല്ലാ വർഷവും ഉള്ളതല്ലേ വെഡിങ് ആനിവേഴ്സറി. ഇത് അവസാനത്തെ വെഡിങ് ആനിവേഴ്സറി ഒന്നും അല്ലല്ലോ. എല്ലാ പ്രാവശ്യം തന്നെയല്ലേ പറയുന്നത്. എടുത്തു പോയി. കഴിഞ്ഞില്ല ഏട്ടാ? നാളെ പോകുന്നുണ്ടേ. ഈ വർക്ക് ഇന്ന് തന്നെ തീർക്കണം. അല്ല പ്രസാദേട്ടാ, പ്രസാദേട്ടൻ ഈ ജോലിക്ക് വിടുന്ന ചെയ്യുമ്പോഴേ ഈ ഓഫീസിൽ എന്താ പണി? അത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കഷ്ടമുണ്ട്. മതി, നിർത്ത്. നമുക്ക് നാളെ ചെയ്യാം. ചുമ്മാ ആയിരുന്നു വീണ പണി കിടക്കുന്നു. ആന്ന് വന്ന് കിടക്കുക. നിനക്കെന്ത് പറഞ്ഞാൽ മനസ്സിലാവൂലേ? കഷ്ടമുണ്ട് പ്രസാദേട്ടാ. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല വീണ. കുറച്ചുകൂടെ മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്യും. ഞാൻ എങ്ങനെയെങ്കിലും ഈ പണിയൊന്ന് തീർക്കാൻ നോക്കട്ടെ. അപ്പൊ ഇനി എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുന്ന എപ്പോഴാ? വാ എടുത്ത് വെക്കും, നമുക്ക് നാളെ ചെയ്യാം. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല വീണ. ഞാൻ അപ്പുറത്തെങ്ങാനും പോയിരുന്നു പണിയെടുക്കാം. പ്രസാദേട്ടാ, നീ പോയാ പ്രസാദേട്ടാ, കഷ്ടമുണ്ട് പ്രസാദേട്ടാ. ഹലോ, ആരാ? ഹലോ, എന്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാക്കാത്ത വിധത്തിലായോ നീ? നിങ്ങളാരാ? ഇത് ധന്യല്ലേ? സോറി, റോങ് നമ്പറാ. കട്ട് ചെയ്യല്ലേ, നമുക്കൊന്ന് പരിചയപ്പെടാന്നേ. അതിന് നിങ്ങളാരാ? വെച്ചിട്ട് പോടോ. വെക്കല്ലേ വെക്കല്ലേ.
മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. ഹലോ, കണ്ട പൈങ്കിളി പൂവാലന്മാരുടെ സ്ഥിരം നമ്പറായിട്ട് ഇങ്ങോട്ട് വിളിച്ചാണ്ടല്ലോ, ഇത് ആള് വേറെയാ. ഇനി മേലെ എന്റെ ഫോണിലേക്ക് അങ്ങനെ വിളിച്ചാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്തിനാണോ ഇത്ര ദേഷ്യം? ഞാനൊന്ന് നമ്പർ മാറി വിളിച്ചെന്നല്ലേ ഉള്ളൂ. ഒന്ന് ക്ഷമിക്കണോ? താൻ എത്ര ദേഷ്യപ്പെടുന്നത് എന്തിനാ? വേറെ എന്തെങ്കിലും ആണോ കാര്യം? എന്താ മിണ്ടാത്തെ? തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ അവിടെ സംഭവിച്ചെന്ന് തോന്നുന്നു അല്ലേ? തനിക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്നോട് പറയും. ഒരു പ്രശ്നവും ഇല്ല. താനിപ്പോ തൽക്കാലം അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒന്ന് പറയണം. എടോ, ഇതൊക്കെ തന്റെ അടുത്ത് പറയാൻ താനാരാ? താൻ ആരാന്ന് പോലും എനിക്ക് അറിയില്ല. പിന്നെ എങ്ങനെ എന്റെ പ്രശ്നങ്ങൾ എന്താ തന്നോട് പറയുന്നേ? ഇങ്ങനെയൊക്കെയല്ലോടോ പരിചയപ്പെടുന്നത്. അതല്ലെങ്കിലും എങ്ങനെയാണോ? നമുക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം ആരെങ്കിലും നമ്മളെ മുന്നിൽ കൊണ്ടെത്തിക്കും. താൻ തന്റെ പ്രശ്നം എന്താന്ന് പറയേ, ഞാൻ കേട്ടിരിക്കാന്നേ. എനിക്കൊരു പ്രശ്നവും ഇല്ല. അത് പറഞ്ഞപ്പോ എന്താ തൊണ്ടയിടറിയത്? എന്റെ തൊണ്ട ഇടറിയിട്ടൊന്നുമില്ലല്ലോ. താൻ എന്നോട് എത്ര കള്ളം പറഞ്ഞാലും എനിക്കറിയാം താൻ ഒട്ടും ഓക്കെ അല്ല. തനിക്ക് ഈ നിമിത്തങ്ങളിലൊക്കെ വിശ്വാസമുണ്ടോ? നിമിത്തോ എന്നുവെച്ചാ? ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചേ മതിയാവുള്ളെന്ന് കാലം കൂട്ടി എഴുതി വെച്ചിട്ടുള്ളതാ. അതിന്റെ നിമിത്തമായിട്ടാ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചതും കോള് മാറി തനിക്ക് വന്നതും നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത്. ആണോ? പിന്നല്ലാതെ. താൻ വിചാരിക്കുന്ന പോലെ ഞാനൊരു പൂവാലനൊന്നുമല്ല. തന്നോട് ആദ്യം സംസാരിച്ചപ്പോ തന്നെ എന്തോ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു. ചില സിനിമകളിലൊക്കെ പാസ്റ്റ് ലൈഫിലുള്ളവരെ കണ്ടുമുട്ടുകയും ഒരു സ്പാർക്ക് അങ്ങനെ തോന്നത്തില്ലേ? ആ സ്പാർക്ക് എനിക്ക് ഫീൽ ചെയ്തു തന്നോട് മിണ്ടിയപ്പോ തന്നെ. ശരിക്കും? സത്യമായിട്ട് ഞാൻ താൻ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വിളിച്ചത് അതുകൊണ്ടല്ലേ? തന്റെ മനസ്സിൽ ആരോടും പറയാതെ അടക്കി വെച്ചിരുന്ന എന്തോ ഒന്നുണ്ട്. ഉറപ്പായും എനിക്കറിയാം. തനിക്ക് എന്തായാലും എന്നോട് തുറന്നു പറയാം. ഇത് ഫ്ലർട്ടിംഗ് ഒന്നുമല്ല. എന്നെ നല്ലൊരു ഫ്രണ്ടായി കണ്ടാൽ മതി താൻ. എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. അതിനെന്താ, ഇപ്പൊ ഞാനില്ലേ? കരയാതടോ. തന്റെ വിഷമങ്ങളും സങ്കടങ്ങളും കേൾക്കാനല്ലേ ഞാനിവിടെ ഉള്ളേ. ആടോ സത്യം. ഹലോ. ഹലോ, താൻ എവിടെയാടോ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. ഞാൻ കുളിക്കായിരുന്നു. ഓ, തനിക്ക് കുളിക്കുന്ന ശീലമൊക്കെ ഉണ്ടോ? പിന്നല്ലാണ്ട്. എനിക്ക് അത്യാവശ്യത്തിന് വൃത്തിമനയൊക്കെ ഉണ്ട്. ശിവ എന്തിയെ? സ്കൂളിൽ പോയോ? പോയി. താൻ വല്ലതും കഴിച്ചോ? അപ്പ എന്നോടൊക്കെ കഴിച്ചോന്ന് ഒരാള് ചോദിച്ചിട്ട് കാലം കുറയായി. നമ്മളൊക്കെ കഴിച്ചാൽ എന്ത്, കഴിച്ചില്ലെങ്കിലും എന്ത്. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള ഇഷ്ടം പോകില്ലേ? അത് പ്രണയമില്ലാത്തോണ്ട്. മനസ്സുകൊണ്ട് പ്രണയിക്കുന്നവന് ഒരിക്കലും പ്രണയം ബോറടിക്കില്ല. പ്രണയം അതൊക്കെ മനസ്സിൽ ചത്തിട്ട് കുറെ നാളായി. വെറുതെ ഒന്നുമല്ല. ഇപ്പൊ തന്നെ തന്നോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നമ്മൾ കാണാതെ പോലും ഇത്രത്തോളം അടുത്തത്. സത്യം പറഞ്ഞ പ്രണയം എന്ന് പറഞ്ഞ വികാരത്തിന്റെ മനസ്സിൽ നിന്ന് മരിച്ചിട്ട് എത്രയോ നാളായി. ഒരു തരം മരവിച്ച പോലെ, ഒരു മരുഭൂമിയൊക്കെ പോലെയായി. പ്രണയമൊക്കെ വേണോടോ, അല്ലെങ്കിൽ ലൈഫ് വരണ്ട പോലെ ആയി പോകും. അത് ഗിരി പറഞ്ഞ സത്യാട്ടോ. ശരിക്കും പറഞ്ഞ ഗിരി വന്ന ശേഷം എൻ്റെ ഉള്ളില് അങ്ങനെ ഒരു വികാരം ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ മനസ്സിലാവണത്. അപ്പൊ ഞാൻ ലൈഫിൽ വന്നതിന് ശേഷം മാറ്റമൊക്കെ ഉണ്ടല്ലോ, എനിക്കത് മതി. പിന്നെ നമുക്കൊന്ന് കാണണ്ടേ? താൻ പറഞ്ഞാ മതി എവിടെ വെച്ച് കാണണമെന്ന്. ഞാൻ പറന്നെത്തും. ഗിരി ഒരു മിനിറ്റ്, ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് വിളിക്കാം. ഓക്കെ, ബൈ.
പ്രസാദേട്ടൻ നാളെ വരുള്ളൂ എന്നല്ലേ പറഞ്ഞേ? മീറ്റിംഗ് നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നു. നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല, എന്തേ? സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങിയിരിക്കുന്നു. അത് ഷെൽഫിൽ ഇങ്ങനെ ഇരുന്ന് പൂപ്പൽ പിടിക്കല്ലേ, എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ എടുക്കാന്ന് വെച്ചിട്ട് വെച്ചതല്ലേ. നമ്മളതിന് പുറത്തൊന്നും പോകുന്നില്ലല്ലോ. എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട് നിനക്ക്. ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് എടുത്ത് വെക്കാം. അതെ, ഞാനിന്ന് താൻ പറഞ്ഞ എഗ്ഗ് ദോശ ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. പിന്നെ വേറെ കറിയിടൊന്നും ആവശ്യമില്ല. പിന്നെ സീരിയസ്ലി. ഫോണില് എൻ്റെ ഫ്രണ്ടാ. പിന്നെ വിളിക്കാട്ടോ. ശരിയാ. എഗ്ഗ് ദോശ കൊള്ളാലോ. താങ്ക്സ്. വീണഗിരി അതെന്റെ ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ടാണ് നിനക്കുള്ളത്? പ്രസാദേട്ടൻ എൻ്റെ എത്ര ഫ്രണ്ട്സിനെ അറിയാം. ഈ കളിക്കല്ലേ. ഈ ഗിരി നീയായിട്ട് എന്താ ഇടപാട്? ആ ഫോൺ ഇങ്ങ് തന്നെ പ്രസാദേട്ടൻ. വീണ, ഞാൻ പല തവണയായിട്ട് കണ്ടിട്ടുണ്ട് നീ ഈ ഫോണിൽ ഇവനുമായിട്ട് സംസാരിച്ച് പല സ്ഥലങ്ങളിൽ ചിരിച്ച് കളിച്ച് നടക്കുന്നത്. ആണോ? ആ, കണ്ടിട്ടുണ്ടല്ലേ. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കും ഉണ്ടാവില്ല ആരോടെങ്കിലൊക്കെ സംസാരിക്കണം എന്നൊരു തോന്നലു. നീ ഇപ്പം എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ. നീ ഇത്രക്കൊരു മോശം സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ഭർത്താവിന് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലല്ലോ. ഞാൻ ഈ വീട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾ അന്വേഷിച്ചിട്ട് എത്ര നാളായി. അവസാനം ഒരാളെന്നോട് സംസാരിക്കാൻ വന്നപ്പോൾ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മോശം സ്ത്രീ അല്ലേ? നീ മിണ്ടരുത്. ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ടത് നിനക്കും കൊച്ചിനും വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടാണ്. കുറെ വർക്ക് ചെയ്ത് കുറെ കാശ് ഉണ്ടാക്കിയോണ്ട് മാത്രം കാര്യമില്ല പ്രസാദേട്ടാ. ഞാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ
ആഗ്രഹിക്കുന്ന ഒരു ടിപ്പിക്കൽ സ്ത്രീയാ. എനിക്കും ഇതൊക്കെ ആവശ്യമുണ്ട്. ഈ സ്നേഹം എന്ന് പറയണത് പ്രകടിപ്പിക്കാനുള്ളതല്ല, അത് മനസ്സിൽ കൂട്ടി വെക്കാനുള്ളതല്ല. നിങ്ങളൊന്നും മിണ്ടാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയും, ഒന്ന് തലോടാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയോ. നിങ്ങൾക്ക് എപ്പോഴും ജോലി മാത്രം മതിയായിരുന്നു. എനിക്കറിയാം ഒരു ഭർത്താവും കുഞ്ഞും ഒക്കെ ഉള്ള ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാന്ന് എനിക്കറിയാം. പക്ഷെ സ്നേഹം കൊതിക്കുന്ന എന്നെ, ഒരു പരിഗണന കൊതിക്കുന്ന എന്നെ, എന്റെ മനസ്സിനെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങളും കുഞ്ഞു മാത്രമായിരുന്നു എന്റെ ലോകം. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല പ്രസാദേട്ടാ. കുറെ ഗിഫ്റ്റുകളൊന്നും വാങ്ങിച്ചു തരണമെന്നില്ല. ഒരു ചെറിയ നാരങ്ങ മിഠായെങ്കിലും വാങ്ങിയൊന്ന് സ്നേഹത്തോടെ തന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ ഒറ്റൊരുത്തന എന്നെ കൊണ്ട് ഈ തെറ്റ് ചെയ്യിപ്പിച്ചത്. നിങ്ങളും കുഞ്ഞു മാത്രമാണ് എന്റെ ലോകം പ്രസാദേട്ടാ. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, വലിയ ഗിഫ്റ്റുകളൊന്നും വേണ്ട. ഒരു നാരങ്ങ മിഠായെങ്കിലും സ്നേഹത്തോടെ വാങ്ങി തന്നാ മാത്രം മതി. നീ പറഞ്ഞല്ല ശരിയാ, എല്ലാം എൻ്റെ തെറ്റായി. ഈ വർക്കഹോളിക്കായിട്ട് നടന്നതിൻ്റെ ഇടയ്ക്ക് നിനക്ക് കുഞ്ഞിനും വേണ്ടി കുറച്ച് സമയമെങ്കിലും ചെലവഴിച്ചിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു വീണ. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ല പ്രസാദേട്ട, അതെങ്കിലും മനസ്സിൽ വെച്ചോണ്ടിരുന്ന എങ്ങനെ മനസ്സിലാവാനാ? സ്ത്രീകളെല്ലാവരും സ്നേഹവും പരിഗണനയും കൊതിക്കുന്നവരാ. അത് കൊടുക്കുക തന്നെ വേണം. അത്ര ഒരു ഫ്രസ്ട്രേഷൻ അവസ്ഥയിൽ ഒരാൾ സ്നേഹം വെച്ച് നീട്ടിയപ്പോ അതൊരിപ്പോയി. സോറി. എനിക്കറിയാം ഇതൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാന്ന്. എന്ത് ശിക്ഷ വേണമെങ്കിലും പ്രസാദേട്ടൻ എനിക്ക് തന്നു. അത് നിന്റെ മാത്രം തെറ്റല്ല. മറ്റൊരാളിലേക്ക് നിന്റെ മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തന്നെ ഉത്തരവാദി. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. നീ ആവർത്തിക്കുന്നു. സോറി പ്രസാദേട്ട. ഇതെപ്പോ വന്നു നമ്മുടെ മുത്ത്? കുട്ടിയെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ ബാഗിന്. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? ദേ അച്ഛൻ, നമുക്ക് കാണാൻ കിട്ടാത്ത അച്ഛൻ. അതെ, വല്ലപ്പോഴും മാത്രം. എന്റെ ഫ്രണ്ട് വിളിക്കുന്നല്ലേ, ഇവിടെ നില്ല, ഒരു പണിയുണ്ട്. ഹലോ ഗിരി. ഹലോ, ഞാൻ പ്രസാദാണ്, വീണയുടെ ഹസ്ബൻഡ്. അയ്യോ ചേട്ടാ, ഞാൻ അറിയാതെ നമ്പർ മാറി വിളിച്ചത്. ഞങ്ങൾ തമ്മിൽ ഫോണിൽ കുറച്ചു നേരം സംസാരിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് അവളെ നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ എന്തായാലും ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തത്. താങ്ക്സോ? അതെന്തിനാ? അല്ല, നീ കാരണം എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. എനിക്ക് രണ്ടാമതൊരു ജീവിതവും കൂടെ നീ കാരണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലേ, അതിന്. താങ്ക്സ് ഒന്നും വേണ്ട ഏട്ടാ, ഇതൊക്കെ ഞാൻ എത്ര പേർക്ക് ചെയ്തു കൊടുക്കുന്നത്. അതെയാ? എനിക്കൊരു പ്രത്യേകതരം കഴിവാ ചേട്ടാ, സന്തോഷമേ ഉള്ളൂ. അതെ അല്ലേ? ആ ഗിരി, പിന്നെ ഒരു കാര്യം. പറയട്ടാ. ഇനി നീ ഇവിടെ ഫോൺ ചെയ്താലേ നിന്റെ കണ്ണ് ഞാൻ അടിച്ചു പൊട്ടി. അയ്യോ ഇല്ല ഏട്ടാ, ഇനി ഞാൻ ഒരിക്കലും വിളിക്കില്ല. എന്നാ വെക്കണോ ഏട്ടാ? ശരിയടാ, ഓക്കെ. ഇനി എങ്ങനെ വീണ്ടും വിളിക്കൂ? ഞാൻ എടുക്കൂല. നമ്മുടെ അമ്മയുടെ ഫ്രണ്ടായിട്ട് ഇപ്പൊ വിളിച്ചു.